ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഡൽഹിയിൽ നിന്നാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി അല്പസമയത്തിനകം തന്നെ കൂടിക്കാഴ്ച നടത്തും. ഡൽഹിയിൽ കേരള ഹൌസിലാണ് കൂടിക്കാഴ്ച. മുഖ്യമന്ത്രിക്കൊപ്പം പ്രഭാത ഭക്ഷണത്തിന് ശേഷമായിരിക്കും ചർച്ചകൾ. രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, കേരളത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച അത്ര പരിചിതമല്ല. പലപ്പോഴും ആവശ്യങ്ങളുമായി കേന്ദ്ര സർക്കാരിന് മുന്നിൽ കേരളം എത്താറുണ്ട്. അപ്പോഴൊക്കെയും കേന്ദ്രം അവഗണിക്കുന്നു എന്ന പരാതിയാണ് എപ്പോഴും കേരളത്തിനുള്ളത്. ആ സാഹചര്യം വിട്ട് വളരെ സൗഹൃദ അന്തരീക്ഷത്തിൽ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്നു കൊണ്ടൊരു സൗഹൃദ സംഭാഷണം എന്ന നിലയ്ക്ക് കേരളം മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ വളരെ ഗൗരവമേറിയ വിഷയങ്ങളാണ്. പലപ്പോഴും കേരളം ശരിയായ രീതിയിൽ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് കേന്ദ്രം വിമർശിക്കുന്ന വിഷയങ്ങളാണവ. എന്താണ് പൊതുവെ ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ പ്രതീക്ഷിക്കുന്നത്? ശ്രീജ, ഏതായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഇന്നത്തെ കൂടിക്കാഴ്ച. കാരണം നേരത്തെ പല വിഷയങ്ങളിൽ കോടതി കയറിയിട്ടുണ്ട്. പല കാര്യങ്ങളും, പ്രത്യേകിച്ച് വായ്പാ പരിധി അടക്കമുള്ള വിഷയങ്ങളിൽ സുപ്രീം കോടതിയെ കേരളം സമീപിച്ചിരുന്നു. പക്ഷേ സമീപകാലങ്ങളിൽ അങ്ങനെ ഒരു തുറന്ന പോരിലേക്ക് കേരളവും കേന്ദ്രവും പോയിട്ടില്ല. മാത്രമല്ല, ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ സാധാരണഗതിയിൽ കേരളത്തിന്റെ ആവശ്യങ്ങളുമായി വിവിധ മന്ത്രാലയങ്ങളിൽ പോയി മന്ത്രിമാരെ കാണുന്നതാണ് പതിവ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് കേരള ഹൌസിൽ എത്തുന്നു. കേരള ഹൌസിലെ കൊച്ചിൻ ഹൌസിലാണ് അല്പസമയത്തിന് തന്നെ കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നത്. കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് കഴിഞ്ഞ ദിവസം ധനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് ഇപ്പോൾ ഏതായാലും അവസരമൊരുങ്ങുന്നത്. കേരളത്തിന്റെ വിവിധ വിഷയങ്ങളുണ്ട്. അക്കാര്യങ്ങളൊക്കെ തന്നെ ധനമന്ത്രിയെ മുഖ്യമന്ത്രി അറിയിക്കും. പ്രത്യേകിച്ച് വയനാട് പുനരധിവാസം, അത് കേരളത്തെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. ഇതിൽ നേരത്തെ കേരളം ഏതാണ്ട് 2000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജാണ് വയനാടിന്റെ കാര്യത്തിൽ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ വായ്പയാണ് പലിശരഹിത വായ്പയായി ഏതാണ്ട് 530 കോടി രൂപയാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ വായ്പ തിരിച്ചടയ്ക്കാൻ ഏതാണ്ട് 50 വർഷത്തിന്റെ സാവകാശമുണ്ടെങ്കിലും ഈ പണം വിനിയോഗിച്ചുള്ള കണക്കുകൾ ഈ മാസം 31 മുമ്പ് നൽകണം എന്നൊരു വ്യവസ്ഥ കേന്ദ്രം നൽകിയിരുന്നു. അത് ഒട്ടും പ്രായോഗികമല്ല. കാരണം ഏതാണ്ട് ഫെബ്രുവരി 14 ആ വായ്പ അനുവദിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് 45 ദിവസത്തിനുള്ളിൽ തന്നെ ഇത്രയും അധികം തുക ചെലവഴിച്ചുള്ള കണക്ക് ബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും പ്രായോഗികമല്ല. ഇക്കാര്യം നേരത്തെ തന്നെ കേന്ദ്രത്തെ അറിയിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഏതായാലും അക്കാര്യം പ്രധാനമായി മുഖ്യമന്ത്രി ധനമന്ത്രി മുമ്പാകെ ഉന്നയിക്കും. മാത്രവുമല്ല, ഇതുവരെ വയനാടിന്റെ കാര്യത്തിൽ സ്വീകരിച്ച നടപടികൾ ധനമന്ത്രി അറിയിക്കും. വയനാട് മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും പുനരധിവാസത്തിന് 530 കോടി രൂപ മാത്രം പോരാ. അപ്പോൾ കൂടുതൽ ധനസഹായം വേണമെന്നൊരു ആവശ്യം, പ്രത്യേകിച്ച് പാക്കേജ് അടക്കമുള്ള ആവശ്യങ്ങളിൽ കേരളം കാലങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യം, അത് ഉന്നയിക്കാൻ തന്നെയാണ് സാധ്യത. കൂടാതെ മറ്റ് വികസന പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ മുന്നിലുണ്ട്. ഇതിൽ കേന്ദ്രത്തിന്റെ സഹായം കൂടിയേ തീരൂ. പ്രത്യേകിച്ച് വിഴിഞ്ഞം പദ്ധതി, അത് വിഴിഞ്ഞം പദ്ധതിയുടെ 2-3 ഘട്ടങ്ങൾക്കുള്ള പാരിസ്ഥിതിക അനുമതി നേരത്തെ അടുത്തിടെയാണ് കേന്ദ്രം നൽകിയത്. ഇക്കാര്യം മന്ത്രി VN വാസവൻ കഴിഞ്ഞ ദിവസം സഭയെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ആ പദ്ധതികളുമായി മുന്നോട്ട് പോകണമെങ്കിൽ ഏതാണ്ട് 10,000 കോടി രൂപയുടെ ചെലവ് പ്രതീക്ഷിക്കും. അപ്പോൾ വിഴിഞ്ഞം പദ്ധതിക്ക് സാമ്പത്തിക സഹായം വേണമെന്നൊരാവശ്യം മുഖ്യമന്ത്രി ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, VGF ആയി നൽകേണ്ട തുക വായ്പയായാണ് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത്. അങ്ങനെ തിരിച്ചടയ്ക്കുമ്പോൾ ഏതാണ്ട് 12,000 കോടി തിരിച്ചടയ്ക്കേണ്ട അവസ്ഥ വരുന്നു. അപ്പോൾ അക്കാര്യങ്ങളിൽ ഒരു ഇളവ് വേണം എന്നൊരാവശ്യം മുഖ്യമന്ത്രി അറിയിക്കാൻ സാധ്യതയുണ്ട്. ഇത് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി വരുന്നതൊന്ന് ആശാ വർക്കർമാരുടെ സമരമാണ്. കാരണം ആശാ വർക്കർമാരുടെ സമരം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ചാണ്. ഇന്നലെ പോലും പാർലമെന്റിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നു. കേരളത്തിന് കുടിശ്ശികയൊന്നും നൽകാനില്ല എന്നാണ് ആരോഗ്യമന്ത്രി അറിയിച്ചിരുന്നത്. കേരളമാകട്ടെ ആ വാദം തള്ളുന്നുണ്ട്. ഇപ്പോഴും പണം കിട്ടാനുണ്ട്. കേരളത്തിന് ഒറ്റ പൈസ പോലും 2023-2024 സാമ്പത്തിക വർഷത്തിൽ നൽകിയിട്ടില്ല എന്നാണ് കേരളത്തിന്റെ പ്രധാനപ്പെട്ട വാദം. പ്രത്യേകിച്ച് ബ്രാൻഡിംഗ് അടക്കമുള്ള വിഷയങ്ങളിൽ തുക ലാപ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഈ കൂടിക്കാഴ്ചയിൽ ആ കാര്യം കൂടി ചർച്ചയ്ക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് ധനമന്ത്രാലയത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യം മാത്രമല്ല, ആരോഗ്യ മന്ത്രാലയം, പ്രത്യേകിച്ച് JP നഡ്ഡയ്ക്ക് നിർണായക പങ്കുണ്ട് ആ വിഷയത്തിൽ. അതുകൊണ്ട് തന്നെ ധനമന്ത്രി എന്തായിരിക്കും ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുക എന്നതാണ് നിർണായകമായ കാര്യം. തീർച്ചയായും കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ വികസനത്തിന്, വയനാട് പുനരധിവാസത്തിന്, അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ കേരളത്തിന് മുമ്പിലുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ അല്പസമയത്ത് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ചർച്ചയ്ക്ക് വരും. ശ്രീജ, രാകേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിർമ്മല സീതാരാമൻ കേരള ഹൌസിലെത്തി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. രാകേഷ്, ഈ പറഞ്ഞു നിർത്തിയ ആശാ വർക്കർമാരുടെ പ്രശ്നത്തിൽ ഇന്നലെ JP നഡ്ഡ രാജ്യസഭയിൽ അറിയിച്ചത് ഈ ആശാ വർക്കർമാരുടെ ആനുകൂല്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ധനമന്ത്രാലയത്തിന് മുന്നിലാണ് ആ ആവശ്യമുള്ളത് എന്നാണ്. അത് കേരളം ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ കേരളത്തിൽ സമരം ചെയ്യുന്ന ആശമാർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളിലൊന്നാണ്. ഒപ്പം ഈ ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നം, ഈ പണം തരാത്തത്, ലാപ്സായി പോയ പണം അല്ലെങ്കിൽ ലാപ്സായി പോയ ഫണ്ട്
തിരികെ അനുവദിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം അത് എത്രത്തോളം പ്രായോഗികമായി നടക്കാൻ സാധ്യതയുള്ള ഒന്നാണ്? ശ്രീജ, ഈ വിഷയത്തിൽ ഏതായാലും മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ നിലവിൽ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ചൊരു വിഷയം മാത്രവുമല്ല, കേരളം ഈ വിഷയത്തിൽ നിലവിൽ സമീപകാലത്തൊക്കെ തന്നെ വലിയ ചർച്ചയിൽ വരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഉന്നയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഏതായാലും ബ്രാൻഡിംഗ് അടക്കമുള്ള വിഷയങ്ങളിൽ ഏതാണ്ട് ലാപ്സായി പോയ തുക 600 കോടിയിലധികം രൂപയാണ്. മാത്രവുമല്ല, ഇന്നലെ JP നഡ്ഡ കേരളത്തിന് ഈ പണമൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്, 1 രൂപ പോലും കുടിശ്ശികയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെ നിയമസഭയിൽ പോലും ഈ വിഷയം ചർച്ചയ്ക്ക് വന്നതാണ്. അപ്പോൾ പോലും ആരോഗ്യമന്ത്രി വീണ ജോർജ് ആ വാദങ്ങളെ തള്ളുകയും 2023-24 സാമ്പത്തിക വർഷത്തിൽ 1 രൂപ പോലും നൽകിയിട്ടില്ലെന്ന വാദം കേരളം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഏതായാലും ധനമന്ത്രി മുമ്പാകെ ആ വിഷയം ഉന്നയിക്കാൻ തന്നെയാണ് സാധ്യത. പ്രത്യേകിച്ച് ഈ സമരം ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിച്ചിരിക്കുന്നു. മാത്രവുമല്ല, ആശാവർക്കർമാർ ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് ഇൻസെന്റീവ് കൂട്ടാമെന്ന് കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, കേരളം കൂടി അതിൽ അനുകൂല നിലപാടെടുത്താൽ സ്വീകരിച്ചാൽ മാത്രമേ സമരം പിൻവലിക്കൂ എന്ന് അവരും പറയുന്നു. അപ്പോൾ ഒരുപക്ഷെ കേരളത്തിന്റെ വാദങ്ങൾ, കേരളം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന കാര്യം മുഖ്യമന്ത്രി ഈ കൂടിക്കാഴ്ചയിൽ നിരത്താനുള്ള സാധ്യതയുണ്ട്. ഏതായാലും കേരളം ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത് കേന്ദ്രം പറയുന്നതല്ല കണക്ക്, മറിച്ച് കേരളത്തിന് ഇപ്പോഴും ആനുകൂല്യം കിട്ടാനുണ്ട് എന്നതാണ്. അതിൽ ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ ബ്രാൻഡിംഗ് അടക്കമുള്ള വിഷയങ്ങളിലും കൂടി കേരളത്തിന് ഏതാണ്ട് 600 കോടി രൂപ കിട്ടാനുണ്ട്. കാരണം അതിന്റെ പേരിലാണ് തുക ലാപ്സായി പോയിട്ടുള്ളത്. അപ്പോൾ ആ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ച അല്ലെങ്കിൽ ഇളവ് നൽകണമെന്ന വാദമായിരിക്കും അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി ഈ കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കുക. ഏതായാലും അല്പസമയത്ത് തന്നെ കൂടിക്കാഴ്ച ആരംഭിക്കും. ധനമന്ത്രി ഇപ്പോൾ കേരള ഹൗസിൽ എത്തിയിട്ടുണ്ട്. കൊച്ചിൻ ഹൗസിലാണ് നിർണായകമായ കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നത്. TR രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തെ സംബന്ധിച്ച് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയാണ്. കേരളത്തിന്റെ ആവശ്യങ്ങൾ വളരെ സൗഹൃദ അന്തരീക്ഷത്തിൽ നിർമ്മല സീതാരാമന് മുന്നിൽ വെക്കുകയും പരമാവധി കാര്യങ്ങളിൽ ഒരു ആനുകൂല്യത്തോടെയുള്ള അനുഭാവപൂർണമായ ഒരു നിലപാട് ഉണ്ടാവുകയും ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ഈ കൂടിക്കാഴ്ച മുന്നോട്ട് പോകുന്നത്.